ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്ത ആശയങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തോടും തദ്വാര ബ്രിട്ടനോടുമാണ്. കൂടാതെ നിരവധി ആശയങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിൻ്റെ സ്വാധീനം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഇന്ത്യയിൽ ഒരു കേന്ദ്ര സർക്കാരും പ്രവിശ്യ സർക്കാരുകളുമുള്ള ഫെഡറൽ സംവിധാനമാണ് വിഭാവനം ചെയ്തത്. നിർദ്ദിഷ്ട ഫെഡറൽ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കൊപ്പം നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തുക എന്നതായിരുന്നു. എന്നാൽ ഈ വശം നാട്ടുരാജ്യങ്ങൾ ഫെഡറേഷനിൽ ചേരാനുള്ള സന്നദ്ധതയെ ആശ്രയിച്ചാണ് ഇരുന്നത്. ഇത് ആത്യന്തികമായി നിയമത്തിലെ ഫെഡറൽ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ ഒരു പ്രധാന തടസ്സമായി മാറി. അതുകൊണ്ട് തന്നെ 1935 നിയമം പൂർണ്ണതോതിൽ നടപ്പാക്കാൻ സാധിച്ചില്ല. ഫെഡറേഷന്റെ ആശയം പിന്നീട് ഇന്ത്യൻ ഭരണഘടന കടം കൊള്ളുകയും പരോക്ഷ രീതിയിലുള്ള ഫെഡറേഷൻ വികസിപ്പിക്കുകയും ചെയ്തു. ഭാഷാപരവും പ്രാദേശികവുമായ വൈജാത്യമാണ് ഫെഡറൽ ഭരണ സംവിധാനം അവലംബിക്കാൻ പ്രേരിതമായത്. ഗവർണറുടെ പദവി. 1935 നിയമത്തിൽ പ്രവിശ്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഗവർണറിലാണ് ആക്കിയിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറുടെ പദവി സംബന്ധമായ വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് 1935 നിയമത്തിൽ നിന്നാണ്. അപ്പം ഗവർണറുടെ പദവി സംബന്ധമായ വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? 1935 നിയമത്തിൽ നിന്നാണ്. ജുഡീഷ്യറി. 1935 നിയമം ഒരു ഫെഡറൽ കോടതി സ്ഥാപിച്ചു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപവൽക്കരണ വേളയിൽ സുപ്രീം കോടതിയുടെ ഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഒരു മാതൃകയായി. പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പിനായി പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എന്ന ആശയം 1935 നിയമത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയിലും സ്വീകരിച്ചു. അതായത് ബ്രിട്ടീഷ് മാതൃകയിലാണ് ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ രൂപം ഇന്ത്യയിൽ സ്ഥാപിതമായത് 1926 അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ. കേന്ദ്ര സർക്കാർ പ്രയോഗിക്കേണ്ട അടിയന്തര അധികാരങ്ങൾക്കായുള്ള വ്യവസ്ഥകൾ 1935 നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. 1935 നിയമം കേന്ദ്രത്തിലും ചില പ്രവിശ്യകളിലും, അതായത് 6 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ വിഭാവനം ചെയ്തു. ഇതിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നിവയുടെ രൂപവൽക്കരണത്തിൽ കാരണമാകും. ചില സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും നിയമനിർമ്മാണ സഭകളുണ്ട്. അധികാര വിഭജനം. ഈ നിയമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ അധികാരങ്ങൾ വിഭജിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ അധികാരങ്ങൾ സംബന്ധിച്ച് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നതിൽ ഈ ആശയം പ്രതിഫലിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്ററി ഗവൺമെന്റ്. പാർലമെന്ററി ഗവൺമെന്റ് എന്നത് ഒരു ജനാധിപത്യ സംവിധാനമാണ്. അവിടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് പാർലമെന്റിനോട്, അതായത് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കും. അത് രൂപവൽക്കരിക്കപ്പെടുന്നത് പാർലമെന്റിൽ ഭൂരിപക്ഷം സീറ്റുകളും കൈവശം വെച്ചിരിക്കുന്ന പാർട്ടിയിൽ നിന്നോ പാർട്ടികളുടെ സഖ്യത്തിൽ നിന്നോ ആയിരിക്കും. നിയമവാഴ്ച. ഒരു രാജ്യത്തിലെ എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും ഒരേ നിയമങ്ങൾക്ക് വിധേയരാകണമെന്ന രാഷ്ട്രീയവും നിയമപരവുമായ ഒരാദർശമാണ് നിയമവാഴ്ച. ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ പരമോന്നത നിയമം. സർക്കാരിൻ്റെ എല്ലാ നടപടികളും, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, നീതിന്യായം അതിനോട് യോജിച്ചതായിരിക്കണം. നിയമനിർമ്മാണത്തിൻ്റെ നടപടിക്രമം.
ഇന്ത്യയിൽ നിയമനിർമ്മാണ നടപടിക്രമം പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ, ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് മുതൽ ആരംഭിക്കുന്നു. തുടർന്ന് ചർച്ചകൾ, സൂക്ഷ്മ പരിശോധന, വോട്ടെടുപ്പ് എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒടുവിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ അത് അംഗീകരിക്കപ്പെടുന്നു. സമാനമായ നടപടിക്രമം സംസ്ഥാനങ്ങളിലുമുണ്ട്. ഏകപൗരത്വം. ഇന്ത്യക്ക് ഏകപൗരത്വ സമ്പ്രദായമാണ് ഉള്ളത്. അതായത് എല്ലാ പൗരന്മാരും അവരുടെ താമസ സ്ഥലമോ ജനനമോ പരിഗണിക്കാതെ ഇന്ത്യയിലെ പൗരന്മാരാണ്. അവർ കൂറു പുലർത്തേണ്ടത് ഇന്ത്യൻ യൂണിയനോടാണ്. ക്യാബിനറ്റ് സംവിധാനം. ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ സർക്കാരിലെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കൽ സ്ഥാപനമാണ് ക്യാബിനറ്റ്. പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവൻ നിയമിക്കുന്ന മറ്റ് മുതിർന്ന മന്ത്രിമാരും ഇതിൽ ഉൾപ്പെടുന്നു. സാധാരണയായി ഒരു പ്രസിഡന്റോ രാജാവോ ആണ് അവരെ നിയമിക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ സംവിധാനവും ക്യാബിനറ്റിനെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് ചുറ്റിത്തിരിയുന്നത്. ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ബ്രിട്ടീഷ് രീതിയാണ് ഇന്ത്യയിലും പിന്തുടരുന്നത്. ഇന്ത്യയിൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരം പ്രയോഗിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ കൗൺസിലാണ്. പ്രിറോഗേറ്റീവ് റിട്ടുകൾ. യഥാവിധി കൈക്കൊള്ളേണ്ടിയിരുന്ന ഒരു നടപടിയെടുക്കാൻ നിർബന്ധിക്കുന്നതിനോ നിഷ്ക്രിയത്വം തടയുന്നതിനോ വേണ്ടി ഒരു സർക്കാർ ഏജൻസിക്കോ ഉദ്യോഗസ്ഥനോ മറ്റൊരു കോടതിക്കോ കോടതി പുറപ്പെടുവിക്കുന്ന ഒരുതരം നിയമപരമായ ഉത്തരവാണ് പ്രിറോഗേറ്റീവ് റിട്ടുകൾ. ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള അസാധാരണമായ നിയമ പരിഹാരമാണിത്. ഇന്ത്യയിൽ ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കായി കോ വാറണ്ടോ, മാൻഡമസ്, സെർഷ്യോററി, പ്രോഹിബിഷൻ, ഹേബിയസ് കോർപ്പസ് എന്നിങ്ങനെ 5 തരം റിട്ടുകളുണ്ട്. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ പൗരർക്ക് അവ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ 226 പ്രകാരവും റിട്ട് ഹർജി ഫയൽ ചെയ്യാം. പാർലമെന്ററി പ്രിവിലേജുകൾ. പാർലമെന്ററി പ്രിവിലേജുകൾ എന്നത് പാർലമെന്റ് സഭകൾക്കും അവയുടെ കമ്മിറ്റികൾക്കും അംഗങ്ങൾക്കും പാർലമെന്റ് നടപടികളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും നൽകുന്ന വിശിഷ്ട അധികാരങ്ങളും പരിരക്ഷകളുമാണ്. ഇത് നിയമസഭയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. പാർലമെന്റിലോ അതിന്റെ കമ്മിറ്റിയിലോ പറയുന്നതോ വോട്ട് ചെയ്യുന്നതോ ആയ എന്തെങ്കിലും കാരണത്താൽ അംഗങ്ങൾക്ക് കോടതി നടപടികളിൽ നിന്നും സംരക്ഷണം വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 105 ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്ലഷർ ഡോക്ട്രിൻ. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതിയുടെയോ യൂണിയൻ സേവനങ്ങൾക്ക്, ഗവർണറുടെയോ സംസ്ഥാന സേവനങ്ങൾക്ക് പ്രീതി പ്രകാരമാണ് തന്റെ സ്ഥാനം വഹിക്കുന്നത്. കാരണം നൽകാതെയോ മുൻകൂർ അറിയിപ്പ് നൽകാതെയോ അവരുടെ ജോലി അവസാനിപ്പിക്കാനുള്ള അധികാരം ഇത് സൂചിപ്പിക്കുന്നു. യൂണിയനിലോ സംസ്ഥാനത്തോ സേവനമനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തിയും യഥാക്രമം രാഷ്ട്രപതിയുടെ പ്രീതിപ്രകാരം അല്ലെങ്കിൽ ഗവർണറുടെ പ്രീതിപ്രകാരം പദവി വഹിക്കുന്നു എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 310 പ്രസ്താവിക്കുന്നു. പ്രധാനമന്ത്രി, സ്പീക്കർ പദവികൾ. പ്രധാനമന്ത്രി, സ്പീക്കർ എന്നീ പദവികളിലും ബ്രിട്ടനെ അനുകരിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രിയും നിയമനിർമ്മാണ സഭയിൽ സ്പീക്കറും അധ്യക്ഷത വഹിക്കുന്നു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയായിരിക്കും സഭാ നേതാവ്. പാർലമെന്റിൽ സർക്കാരിന്റെ പ്രധാന വക്താവാണ് പ്രധാനമന്ത്രി. നയരൂപവൽക്കരണത്തിലും നിയമനിർമ്മാണത്തിലും നിർണായക പങ്ക് അദ്ദേഹം വഹിക്കുന്നു. കൂടുതൽ അധികാരങ്ങളുള്ള അധോസഭ. കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയായ ലോക്സഭയ്ക്ക് നൽകിയിരിക്കുന്നത് ബ്രിട്ടീഷ് മാതൃകയിലാണ്. എന്താണ് അധോസഭയ്ക്ക് കൂടുതൽ അധികാരം ഏതിൻ്റെ മാതൃകയിലാണ് വന്നിരിക്കുന്നത്? ബ്രിട്ടീഷ് മാതൃകയിലാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിലൂടെ അംഗങ്ങളാകുന്നവർ ഉൾപ്പെടുന്ന ലോകസഭയാണ് ജനഹിതം പ്രതിഫലിക്കുന്ന സഭ എന്നതാണ് ലോക്സഭയുടെ മുൻതൂക്കത്തിന്റെ അടിസ്ഥാനം. ലോക്സഭ എക്സിക്യൂട്ടീവിന്മേൽ പൂർണ്ണ നിയന്ത്രണം പ്രയോഗിക്കുന്നു. അതേസമയം രാജ്യസഭ സമാനമായ ഒരു നിയന്ത്രണവും പ്രയോഗിക്കുന്നില്ല. പാർലമെന്റിന്റെ അധോസഭയിൽ അംഗത്വമുള്ളയാൾ പ്രധാനമന്ത്രിയാവുക എന്നതും ബ്രിട്ടീഷ് പാരമ്പര്യമാണ്. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം. ബ്രിട്ടീഷ് രാജാവിനെ പോലെ ആലങ്കാരികമായ അധികാരങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റിനുള്ളത്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ ഉപദേശക പ്രകാരമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതും ബ്രിട്ടീഷ് മാതൃകയിൽ തന്നെയാണ്. പ്രസിഡന്റാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. എന്നാൽ ഫങ്ഷണൽ ഹെഡ് പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെയും പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെയും തലവനാണെന്നും പറയാം.
പ്രസിഡന്റാണ് രാജ്യത്തിൻ്റെ നാമമാത്രമായ അല്ലെങ്കിൽ ഔപചാരിക എക്സിക്യൂട്ടീവ് തലവൻ. സർക്കാരിൻ്റെ തലവൻ എന്ന നിലയിൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് അധികാരി പ്രധാനമന്ത്രിയാണ്. സിവിൽ സർവീസിൻ്റെ ഘടന. സിവിൽ സർവീസിൻ്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ബ്രിട്ടനെയാണ്. സിവിൽ സർവീസിൻ്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ആരെയാണ്? ബ്രിട്ടനെയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ സിവിൽ സർവീസിൻ്റെ ചുവട് പിടിച്ചാണ് സ്വതന്ത്ര ഇന്ത്യയിലെയും സിവിൽ സർവീസിന് രൂപം നൽകിയത്. രാജ്യത്തെ സിവിൽ സർവീസിൻ്റെ തലവൻ ക്യാബിനറ്റ് സെക്രട്ടറിയും സംസ്ഥാനത്തെ സിവിൽ സർവീസിൻ്റെ തലവൻ ചീഫ് സെക്രട്ടറിയുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിട്ടീഷ് മാതൃകയിലാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായ പദവിയും വിപുലമായ അധികാരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനയിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ വരവുകളും ചെലവുകളും ഓഡിറ്റ് ചെയ്യുകയും സാമ്പത്തിക ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും പൊതുപണം സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്ററുടെ ചുമതല. കമ്മിറ്റി സിസ്റ്റം. നിയമനിർമ്മാണ സഭകൾ അവലംബിക്കുന്ന ഒരു രീതിയായ ഇതിൽ കാര്യക്ഷമമായ ജോലിയും തീരുമാനങ്ങൾ എടുക്കലും സുഗമമാക്കുന്നതിന് ചെറിയ ഗ്രൂപ്പുകൾക്ക് അഥവാ കമ്മിറ്റികൾക്ക് പ്രത്യേക ജോലികളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്നു. കൂട്ടുത്തരവാദിത്വം എന്നാൽ മന്ത്രിസഭാ അംഗങ്ങൾക്ക് സ്വന്തം വകുപ്പിനായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നാണ്. മാത്രമല്ല, അനന്തരഫലങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അവർ പാർലമെന്റിന് മുമ്പാകെ ഉത്തരവാദികളായിരിക്കും. ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിമാർ വ്യക്തിപരമായി പ്രസിഡന്റിനോടും കൂട്ടമായി ലോക്സഭയോടും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് ബ്രിട്ടനിൽ നിന്നും കടമെടുത്തത്? പാർലമെന്ററി ഗവൺമെന്റ്, നിയമവാഴ്ച, നിയമനിർമ്മാണത്തിൻ്റെ നടപടിക്രമം, ഏക പൗരത്വം, ക്യാബിനറ്റ് സംവിധാനം, പ്രിറോഗേറ്റീവ് റിട്ടുകളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നീട് പാർലമെന്ററി പ്രിവിലേജുകൾ, പ്ലഷർ ഡോക്ട്രിൻ, പ്രധാനമന്ത്രി സ്പീക്കർ പദവികൾ, കൂടുതൽ അധികാരമുള്ള അധോസഭ, രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം, സിവിൽ സർവീസിൻ്റെ ഘടന, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കമ്മിറ്റി സിസ്റ്റം, കൂട്ടുത്തരവാദിത്വം. അപ്പോൾ ഇവയെല്ലാം ഇവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. ഇനി അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. മൗലിക അവകാശങ്ങൾ. ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരന്മാരുടെ സംരക്ഷണ കവചമായി നിലകൊള്ളുകയും അവരുടെ അന്തസ്സ്, ക്ഷേമം, സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ ജീവിതം നയിക്കാനുള്ള കഴിവ് എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്ന അടിസ്ഥാനപരവും ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്നതുമായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമാണ് മൗലിക അവകാശങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ മാതൃക അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 6 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് 1978 സ്വത്തവകാശത്തെ ഇക്കൂട്ടത്തിൽ നിന്നും നീക്കം ചെയ്തു. ജുഡീഷ്യൽ റിവ്യൂ. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ അല്ലെങ്കിൽ ഭരണപരമായ നടപടികൾ ജുഡീഷ്യറിയുടെ അവലോകനത്തിന് വിധേയമാക്കുന്ന പ്രക്രിയയാണിത്. ഈ ആശയത്തിന് കടപ്പാട് അമേരിക്കയോടാണ്. അപ്പം ജുഡീഷ്യൽ റിവ്യൂ, മൗലിക അവകാശങ്ങൾ, ഇത് അമേരിക്ക ഐക്യനാടുകളിൽ നിന്നാണ്. ഇനി വരുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇതും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ് കടമെടുത്തത്. സ്വതന്ത്ര ജുഡീഷ്യറി എന്നാൽ ന്യായാധിപന്മാർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റ് ശക്തരായ സ്ഥാപനങ്ങളുടെയോ സമ്മർദ്ദം, ഭീഷണി അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് വിധേയരാകരുത് എന്നാണ്. ന്യായാധിപന്മാർക്ക് ഭയമോ പക്ഷാപാതമോ ഇല്ലാതെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ത്യയിൽ നീതിന്യായ സംവിധാനം ആവിഷ്കരിച്ചിരിക്കുന്നത്. ലിഖിത ഭരണഘടന. ലിഖിത ഭരണഘടന എന്ന ആശയത്തിന് കടപ്പാട് അമേരിക്കയോടാണ്. സിംഹഭാഗം ആശയങ്ങൾക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടന് അലിഖിത ഭരണഘടനയാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഭരണഘടനയിലെ ഭൂരിഭാഗം ആശയങ്ങളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. പക്ഷേ ബ്രിട്ടന് അലിഖിത ഭരണഘടനയാണ് ഉള്ളത്. അപ്പം ലിഖിത ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ്. ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽസ്ഥാനത്ത് നിന്നും നീക്കുന്ന നടപടിയാണ് ഇംപീച്ച്മെൻറ്റ്.
ഇതിനുള്ള വ്യവസ്ഥകൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമവും അമേരിക്കൻ മാതൃകയിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേര് നൽകിയിരിക്കുന്നതും സായുധ സേനകളുടെ പരമോന്നത മേധാവിയായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതും അമേരിക്കയെ അനുകരിച്ചിട്ടാണ്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയത്തിന് കടപ്പാട് അമേരിക്കയോടാണ്. പശ്ചാത്തലമോ പദവിയോ പരിഗണിക്കാതെ സമാന സാഹചര്യങ്ങളിൽ എല്ലാവരെയും നിയമപ്രകാരം തുല്യരായി പരിഗണിക്കുകയും നീതിയും സംരക്ഷണവും തുല്യമായി ലഭ്യമാക്കുകയും വേണം എന്നത് നിയമത്തിന്റെ തുല്യ സംരക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഈ ആശയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 തന്നെ ഉൾപ്പെടുന്ന നിയമത്തിന് മുന്നിൽ തുല്യ, ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന ആശയത്തിന് കടപ്പാട് ബ്രിട്ടനോടാണ്. അപ്പം അത് നോക്കിക്കോണം. നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയത്തിന് കടപ്പാട് ആരോടാണ്? ബ്രിട്ടനോടാണ്. സുപ്രീം കോടതിയാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാര സ്ഥാപനം. ഇതും അമേരിക്കൻ രീതിയാണ്. ഇന്ത്യയിലെ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന നാമകരണം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ അനുകരിച്ചാണ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അമേരിക്കൻ സെനറ്റിന് സമാനമാണിത്. ഇതും അമേരിക്കൻ മാതൃകയിലാണ് ഇന്ത്യയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് പദവി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പാർലമെന്റിന്റെ ഉപരിസഭയിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പം അമേരിക്കയിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, ഇംപീച്ച്മെന്റ് തുടങ്ങിയവയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇനി കാനഡയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശക്തമായ കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം. അമേരിക്കൻ സ്റ്റേറ്റുകൾക്ക് ഫെഡറേഷനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അധികാരമുണ്ട്. ഇന്ത്യയിൽ ഇപ്രകാരം സാധ്യമല്ല. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് കാനഡയോടാണ്. കനേഡിയൻ സ്റ്റേറ്റുകൾക്ക് പിരിഞ്ഞു പോകാൻ അധികാരമില്ല. ക്വാസി ഫെഡറൽ എന്ന പദമാണ് ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയെ വിശേഷിപ്പിക്കാൻ രാഷ്ട്രതന്ത്ര ശാസ്ത്ര വിദഗ്ധർ ഉപയോഗിക്കുന്നത്. ഈ ആശയത്തിന് കടപ്പാട് കാനഡയോടാണ്. യൂണിറ്ററി സ്റ്റേറ്റിന്റെ സവിശേഷതകൾ പുലർത്തുന്ന ഫെഡറൽ സംവിധാനമായതിനാലാണ് ക്വാസി ഫെഡറൽ അഥവാ സെമി ഫെഡറൽ എന്ന ഇന്ത്യൻ ഭരണവ്യവസ്ഥയെ വിശേഷിപ്പിക്കാൻ കാരണം. അവശിഷ്ട അധികാരങ്ങൾ. അധികാര വിഷയങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എങ്ങും പരാമർശിക്കാത്ത വിഷയങ്ങളും ഉണ്ടായേക്കാം. ഇവയെ അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിഡറി പവേഴ്സ് എന്നാണ് പറയുന്നത്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. ഇവയിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് ആണ് അധികാരം. ഈ ആശയം സ്വീകരിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 248 ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ. ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ ഗവർണറെ കേന്ദ്രം നിയമിക്കുന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങൾ. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് കാനഡയെയാണ്. ഈ വ്യവസ്ഥ പ്രകാരം പൊതുകാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാം. തുടർന്ന് കേസ് ശരിയായി പഠിച്ച ശേഷം സുപ്രീം കോടതിക്ക് അനുയോജ്യമായ ഉപദേശം രാഷ്ട്രപതിക്ക് നൽകാം. അധികാര വിഷയങ്ങൾ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് എന്നിങ്ങനെ തരംതിരിച്ച് നൽകിയിട്ടുണ്ട്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളുടെ ആശയം കാനഡയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളുടെ ആശയം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? കാനഡയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കാനഡയിൽ നിന്നും നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ കേന്ദ്ര സർക്കാർ, അവശിഷ്ട അധികാരങ്ങൾ, ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ, സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങൾ. ഇനി വരുന്നത് ജർമ്മനിയിൽ നിന്നും സ്വീകരിച്ച വ്യവസ്ഥകൾ. അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ മിക്കതും കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ കടപ്പെട്ടിരിക്കുന്നത് ജർമ്മനിയിലെ വെയ്മർ ഭരണഘടനയോടാണ്. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് എന്താണ് കടം കൊണ്ടിരിക്കുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച
വ്യവസ്ഥകൾക്ക് കടപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ജർമ്മനിയോടാണ്. ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച ആശയങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉപരിസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതി ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്താണ്? ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച ആശയങ്ങൾ. USSR. റഷ്യയിൽ നിന്ന് മൗലിക കടമകൾ എന്ന ആശയം പ്രധാനമായും മുൻ USSRൽ നിന്നാണ് കടമെടുത്തതാണ്. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് മുൻ USSRൽ നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? USSRൽ നിന്ന്. ആമുഖത്തിൽ പരാമർശിക്കുന്ന നീതി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ എന്ന ആശയത്തിനും കടപ്പാട് ഈ രാജ്യത്തോടാണ്. അപ്പോൾ USSRൽ നിന്ന് എന്തൊക്കെയാണ്? മൗലിക കടമകൾ, പിന്നീട് പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം, ആമുഖത്തിൽ പരാമർശിക്കുന്ന നീതി എന്ന ആശയത്തിനും കടപ്പാട് ആരോടാണ്? USSRനോടാണ്. ഫ്രാൻസ്. റിപ്പബ്ലിക് എന്ന ആശയവും ആമുഖത്തിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നും റിപ്പബ്ലിക്, പിന്നെ ആമുഖത്തിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും. ഇനി അയർലൻഡ്. രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് അയർലൻഡിനെയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം കലാ, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള പ്രഗത്ഭരെ നാമനിർദ്ദേശം ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യക്ക് മാതൃക അയർലൻഡാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയും അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അയർലൻഡിൽ നിന്ന് ഏതൊക്കെയാണ്? രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങൾ, പിന്നീട് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം കലാ, സാഹിത്യ, ശാസ്ത്രം തുടങ്ങിയ മേഖലയിലുള്ള പ്രഗത്ഭരെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി, പിന്നീട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി, ഇതൊക്കെ അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ജപ്പാനിൽ നിന്നും എന്തൊക്കെയാണ് കടമെടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയവും ജാപ്പനീസ് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം, അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, എന്നാൽ നിയമനിർമ്മാണ സഭയോ ബന്ധപ്പെട്ട സ്ഥാപനമോ ആവിഷ്കരിക്കുന്ന ഒരു നിയമത്തിന് അത് നിർമ്മിക്കുന്നതിനായുള്ള ശരിയായ നടപടിക്രമം അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധുതയുള്ളൂ എന്നാണ്. മൗലിക കടമകളുടെ കാര്യത്തിൽ USSRനെ കൂടാതെ ഇന്ത്യയെ സ്വാധീനിച്ച മറ്റൊരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ എന്താണ് ജപ്പാനിൽ നിന്ന് കടമെടുത്തത്? ഇന്ത്യയിലെ സുപ്രീം കോടതിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമവും എന്ന ആശയവും. ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ട പട്ടികയായ കൺകറന്റ് ലിസ്റ്റ്, സമവർത്തി പട്ടിക, അതിൻ്റെ ആശയം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ്. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ്. രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ വാണിജ്യത്തിനും വ്യാപാരത്തിനും സ്വാതന്ത്ര്യം, ഉടമ്പടികൾ നടപ്പാക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അധികാരം എന്നീ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും മാതൃകയാക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന മാതൃക, അതും ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നീട് എന്താണ്? രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ വാണിജ്യത്തിനും വ്യാപാരത്തിനുമുള്ള ഉടമ്പടികൾ, ഇതും ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി ആമുഖവും കടപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളും. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വ്യക്തമാക്കുന്ന ഒരു ഹ്രസ്വ ആമുഖ പ്രസ്താവനയാണ് പ്രിയാമ്പിൾ. ഭരണഘടനയിൽ ആമുഖം ഉൾപ്പെടുത്തുന്നതിനുള്ള ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ആമുഖം ഉൾപ്പെടുത്തുന്നതിനുള്ള ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ്. വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്ന ആമുഖത്തിലെ ആദ്യ വാക്യത്തിന് സാദൃശ്യമുള്ളത് അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തോടാണ്. ഭരണഘടനയിൽ ഒരു ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. ആമുഖത്തിൻ്റെ ഭാഷ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അപ്പോൾ ആമുഖം കടം കൊണ്ടത് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണെങ്കിലും അതിൻ്റെ ഭാഷ ഇവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്.
അപ്പോൾ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതെവിടെ നിന്നാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്ന്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആമുഖത്തിലെ നീതി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ എന്നീ ആശയം റഷ്യൻ വിപ്ലവത്തിൽ നിന്നും സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അപ്പോൾ ആമുഖം ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് കടപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ ഐക്യനാടുകൾ, പിന്നീട് ഓസ്ട്രേലിയ, ഫ്രാൻസ്, റഷ്യ. ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കടമെടുത്ത ആശയങ്ങൾ. അപ്പോൾ ഇത് നല്ലവണ്ണം നോക്കി വെച്ചേക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതികളിൽ ചോദിച്ചിട്ടുണ്ട്. നല്ലപോലെ പഠിച്ചു വെക്കുക.